പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ടായി, ക്രിസ്മസ് വെക്കേഷൻ. അപ്പം ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് പോരാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് പിന്നെ ചേട്ടൻ്റെ ഓഫീസിലത്തെ കുറച്ച് പേരായിട്ടൊരു ട്രിപ്പ്, കുറേ പേരൊന്നുമില്ല, ഞങ്ങൾ 3 ഫാമിലി. അപ്പം എങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചപ്പം എങ്ങോട്ട് പോകാമെന്ന് ആലോചിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു മൂന്നാർ മറയൂർ കാന്തല്ലൂർ ആ വശത്തേക്കൊക്കെ പോയാൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പം മറയൂർ ഒരു വുഡ് ഹൗസിലാണ് കേട്ടോ. ജീപ്പിലൊക്കെ ഒരു 4 കിലോമീറ്ററോളം ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ നമുക്ക് സാധാ കാറിലൊന്നും പോരാനായിട്ട് പറ്റില്ല. അപ്പം അത് ഒരു അഡ്വഞ്ചറസ് ഒരു യാത്രയായിരുന്നു. എനിക്ക് ക്യാമറയിൽ എടുക്കാനൊക്കെ പേടിയായി, കാരണം ക്യാമറ കയ്യിൽ നിന്ന് തെറിച്ച് പോലെന്ന് വെച്ചു. ഹലോ, ഇന്നലെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ക്യാമറയുടെ ചാർജ് കഴിഞ്ഞോട്ടാ. പിന്നെ ക്യാമറ കുത്തിയിട്ടിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോയി. ഇപ്പം ഇന്ന് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ഭയങ്കര വൈകുന്നേരം രാവിലെയും ഭയങ്കര തണവാന്നാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ തണവ് കുറേ കഴിഞ്ഞ് പിടിച്ചെടുക്കാൻ നോക്കി, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ സെക്ടർ ഇട്ടേക്കാണ് കേട്ടോ. അവിടെ നല്ല പുറത്ത് നല്ല ഭംഗിയാണ് കാണാൻ, ഒരു പുഴയുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാട്ടിത്തരാം. ഈ കാണുന്ന വുഡ് ഹൗസിലാട്ടാണ് ഞങ്ങൾ താമസിച്ചത്. 2 വുഡ് ഹൗസും ഒരു മഡ് ഹൗസാണ് ഉള്ളത്. ഞങ്ങൾ വുഡ് ഹൗസാണ് കേട്ടോ പ്രിഫർ ചെയ്തത്. പിന്നെ നല്ല പ്രകൃതി രമണീയമായിട്ട് നല്ലൊരു സ്ഥലം, കുറേ കവുങ്ങും പിന്നെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇവരിങ്ങനെ നട്ടിങ്ങനെ വളർത്തിക്കൊണ്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പൂച്ചെടികളും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ സെൻറ്റിമെൻ്റില്ലേ, എന്താ പറയുക, ബിന്ദി എന്നൊക്കെ ചിലടത്ത് പറയും. അവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്ന കുറച്ച് തൈകളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്രയും ഭംഗിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഇങ്ങനെ കുറേ മാങ്ങ നാറി എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുക, പൂവിന് ഒരു ഓറഞ്ച് മഞ്ഞ കളറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പല വെറൈറ്റികളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഹൗസാണ് നമുക്കിങ്ങനെ ഫുഡ് കഴിക്കുന്ന അവർ ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. എന്തൊക്കെ പറയാന്ന് വെച്ചാലും ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കിൽ പുഴ ഒഴുകണ കാരണം എപ്പം നോക്കിയാലും പുഴ ഇങ്ങനെ ഒഴുകണ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. നല്ല രസമാണ്. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ റിഫ്രഷ്ഡ് ആവും കേട്ടോ. ഇവിടെ അതിരാവിലെ ഭയങ്കര തണവാണ്, അതേപോലെ വൈകുന്നേരം നല്ല തണവാണ്. പിന്നെ ഈ മിഡിലായിട്ടുള്ള പോർഷൻസിൽ മാത്രമേ നമുക്ക് ഷട്ടർ ഇടാണ്ട് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നല്ല പുഴയുണ്ടേ. ഞാൻ വർത്താനം പറയുമ്പം നല്ല ഒച്ച കേൾക്കണ്ടാവും, പുഴ ഇങ്ങനെ ഒഴുകണ ഒച്ചയാണ്. നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ പുഴയുടെ അടുത്തേക്ക് പോകണം, ഞാൻ കാട്ടിത്തരാം. ഇപ്പം തിരിച്ച് തണവ് കുറഞ്ഞു എഴുന്നേറ്റ പക്ഷെ ഭയങ്കര തണവായിരുന്നു. നല്ല കാല് നിലത്തൊന്നും വയ്ക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ഹൗസിന് ചുറ്റും, ആ ഏരിയയ്ക്ക് ചുറ്റും അവർ കറണ്ടിൻ്റെ കമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കാടിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. അപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ടാണ് അവരിങ്ങനെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഒരു കാടിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ 4 കിലോമീറ്റർ ഉള്ളിലേക്ക് നമ്മൾ ജീപ്പിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കുടുങ്ങി നമുക്ക് ഒരു വിധമാവും കേട്ടോ. അപ്പോൾ വയസ്സായവരൊക്കെ ആണെങ്കിൽ ഇത്തിരി പാടുപെടും, അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മളിത് കഴിഞ്ഞിട്ട് കാന്തല്ലൂർക്കൊക്കെ പോയതും ജീപ്പിൽ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഈ പുഴയുടെ അവിടേക്ക് വന്നപ്പോൾ 9 മണി ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. ഇത്തിരി കൂടി നേരത്തെ വന്നെങ്കിൽ നല്ല രസമായേനെ. പക്ഷേ 9 മണി ടൈമാണെങ്കിലും നല്ല തണവാണ് വെള്ളത്തിനൊക്കെ. ഞങ്ങളിവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവരോട് ചോദിച്ചപ്പം ഇവർ പറഞ്ഞു മറയൂരാണ് തണവ് ഇത്തിരി കുറവെന്ന്, മൂന്നാറിലൊക്കെ ഇതിലും തണവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത്യാവശ്യം സെക്ടർ ഒന്നും ഇടേണ്ടി വരില്ലെന്ന്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ, സെക്ടർ ഇടണം. അപ്പം മൂന്നാറിലൊക്കെ നല്ല തണവായേനെ. വട്ടവട അവിടേക്കൊക്കെ നല്ല തണവുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വട്ടവടയ്ക്ക് പോയില്ല, അത് വേറെ റൂട്ടാണ്. കാന്തല്ലൂർ മറയൂരാണ് ഒരു റൂട്ട്. ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി ഫാമിലികൾ വന്നിട്ടുണ്ടായിരുന്നില്ല, അവരും കൂടി വന്നിട്ട് വേണം പുഴയിലൊക്കെ ഇറങ്ങി കളിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുളി കഴിഞ്ഞപ്പോഴേ ഐസ് വെള്ളത്തിൽ കുളിച്ച് അങ്ങനെ ഇരിക്കും. അതേപോലെ അവിടേക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. കാരണം ഭയങ്കര സൂക്ഷിച്ച് കൈ പിടിച്ചിട്ടാണ് എല്ലാവരും കൂടി നടക്കണ്ടായിരുന്നത്. അല്ലെങ്കിൽ വഴിക്ക് വീണ് കഴിഞ്ഞാൽ ഒഴുകി പോകുന്നില്ല, ഫുൾ പാറകളാണ്. പിന്നെ തലയൊക്കെ മുട്ടി ഇങ്ങനെ ചോരയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് റിസ്കിന് ഞാൻ നിന്നില്ല. പിന്നെ കുളിച്ചു ഐസ് വെള്ളത്തിന് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കുളിച്ചു. എന്നിട്ട് റൂമിലെത്തിയിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചു. എന്നിട്ടും തണുപ്പ് മാറുന്നില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കാന്തല്ലൂർക്ക് പോവാം. ജീപ്പിലാണ് പോണേ, കാറിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ജീപ്പിൽ കാന്തല്ലൂർ വരെ പോവും. പിന്നെ അവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസും പിന്നെ ആപ്പിൾ മരങ്ങൾ, സ്ട്രോബെറി അതൊക്കെ കാണാമെന്നാണ് പറയണേ. അതൊക്കെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പം ഇവിടെ മൂന്നാറിൽ ഇതിനേക്കാളും തണുപ്പാന്ന് പറയണേ.
മറയൂരാണ് കുറച്ച് തണുപ്പ് കുറവ്. പിന്നെ ഇവിടെ മറയൂർ ശർക്കരയൊക്കെ ഉണ്ട് ഇത്ര. അപ്പോൾ അവിടുത്തെ ഫാക്ടറി ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകണം. അങ്ങനെ കുഞ്ഞു 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 കറക്കങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മറയൂരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാനായിട്ടുള്ള ട്രിപ്പ് തുടങ്ങി. ജീപ്പിലാണ് കേട്ടോ ഫുൾ ട്രിപ്പായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. നല്ലൊരു 12 മണി സമയത്താണ് ഇവിടേക്ക് എത്തിയത്. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഇവിടെ അധികം നേരം നിന്നിട്ട് സമയം ഞങ്ങൾ കളഞ്ഞില്ല. പിന്നെ ഒരുപാട് തിരക്കുമായിരുന്നു. ഇവിടേക്കൊക്കെ വരണമെങ്കിൽ കാലത്ത് അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞ് വരണം. ഉച്ചയ്ക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും വന്നപ്പോൾ ഒക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എല്ലാവരും കൂടി 3 ഫാമിലികളുണ്ടല്ലോ. അപ്പോൾ ഫാമിലികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ. 2 ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും വന്ന എല്ലാവരുമായിട്ടും ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു കേട്ടോ. രാത്രി സമയത്ത് ഞങ്ങൾ ഡാൻസും അന്താക്ഷരിയൊക്കെ കളിച്ചു. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു വൈബായിരുന്നു എല്ലാവരുമായിട്ട് കേട്ടോ. പിള്ളേരുന്നില്ല, വലിയരുന്നില്ല, എല്ലാവരുമായിട്ട് നല്ല കൂട്ടായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവരെ ഒരു ട്രീ ഹൗസൊക്കെ ഉള്ള സ്ഥലത്തേക്ക്. അതീ കാണുന്ന പുല്ല് നമ്മുടെ ലെമൺ ഗ്രാസ് ആണ് കേട്ടോ. പുൽത്തൈലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാക്കുന്ന ഈ പുൽത്തൈലും അതൊക്കെ വിൽക്കുന്നതും ഉണ്ടാക്കുന്നതായിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ നല്ലൊരു ഒരു അത്യാവശ്യം ഒരു മലയുടെ മുകളിലാണ് ഈ സ്ഥലം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മലയുടെ മുകളിലേക്ക് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഈ ട്രീ ഹൗസിലേക്ക് കയറിയില്ല. വാതുട്ടും ചെറിയ വയ്യായുള്ള കാരണം ഇവനെയും കൊണ്ട് പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ട്രീ ഹൗസിലേക്കൊന്നും ഞാൻ പോയില്ല കേട്ടോ. പിന്നെ ഇവിടെയാണ് ഈ പുൽത്തൈലം, അതുമാതിരി പാഷൻ ഫ്രൂട്ട് ഉണ്ട്. വൈറ്റ്, ഉള്ളിൽ വൈറ്റ്, അധികം എന്താ പറയുക പുളിയില്ലാത്ത ടൈപ്പ് പാഷൻ ഫ്രൂട്ട്. അതൊക്കെ ഞങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു, നല്ല മധുരമാണ്. പിന്നെ ഇവിടെ വിത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നട്ട് നോക്കാം എന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ സുഖമായില്ലേ. വേണ്ട ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട്, ആപ്പിളൊക്കെ ഉണ്ട്. പക്ഷേ ഓറഞ്ചും ആപ്പിളും ഇവിടെ തന്നെ ഉണ്ടായതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ പാഷൻ ഫ്രൂട്ട് ഉള്ളതാണ്. പുൽത്തൈലും ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ക്യാമറ കണ്ടപ്പോൾ അങ്ങനെ വ്ളോഗ് ചെയ്യാനൊന്ന് മനസ്സിലായി. പിന്നെ പിന്നെ ഞാൻ പറയാണ്ട് തന്നെ ആളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് എനിക്ക് എന്താണ് ഇവർ ചെയ്യുന്നത് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ വീഡിയോ എടുത്തു. എൻ്റെ പേര് ദാമോദരൻ. ഞാൻ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെട്ട ആളാണ്. എൻ്റെ വീട് സ്ഥലമൊക്കെ മരവരണ മുകളിൽ ചന്ദനക്കാടാണ്, ഫോറസ്റ്റ് ആണ്. അപ്പം ഞാനിവിടെ കാന്തല്ലൂരിൻ്റെ കുറച്ചാൽ താഴെ ഈ പ്രമറ വീപ്പൂരിൽ ഞാൻ പണിക്കൊണ്ടിരിക്കുന്ന ആൾ. ഈ സ്ഥലം മൊത്തം ഗവൺമെൻറ് സ്ഥലമല്ല, ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് പോയിന്റാണ്. പിന്നെ സാറുമാരെ മുമ്പിൽ ഞാൻ പുൽത്തേൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പറയാൻ പോവാണ്. ആ പുല്ല് വെറും പുല്ലെന്നാറും പറിക്കാൻ പാടില്ല. അത് ഞങ്ങളുടെ കൃഷിയാണ്, പാരമ്പര്യം ഞങ്ങൾ ചെയ്ത ഒരു കൃഷി. ആ പുല്ല് മുറിച്ച് നമ്മൾ കട്ടയച്ച് ഇവിടെ ആദ്യം ഇവിടെ സെറ്റിലാക്കി വെച്ചിട്ട് ഇവിടെ ഒരു 3 അടി ഭാഗം അങ്ങനെ ആൾ കുറേ നേരം ഇതിനെ പറ്റിയിട്ടൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തന്നു. അവസാനം ഞാൻ ശരിയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഇവിടുന്ന് ഒന്നും വാങ്ങണ്ട എന്താ പോണേ എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പുൽത്തൈലം വാങ്ങി. കുറച്ചുകൂടി കുഞ്ഞ് കുപ്പി പുൽത്തൈലത്തിന് 150 രൂപ. ഞാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വാങ്ങിയിട്ടാണ്. പിന്നെ പാഷൻ ഫ്രൂട്ടും വാങ്ങി. പാഷൻ ഫ്രൂട്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ പുൽത്തൈലം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആൾ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലാണ് പറഞ്ഞത്, നിങ്ങളെന്താ ഒന്നും വാങ്ങാണ്ട് പോണേന്നൊക്കെ. അപ്പോൾ പിന്നെ എന്തായാലും അവിടെ നിന്ന് വാങ്ങി. ഇവർ ഇതിൻ്റെ ഉള്ളൊരു ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. അതാണ് അത്ഭുതം. ഭയങ്കര ഇരുട്ടായിരുന്നു എന്നേ, ഒന്നും കാണാനും പറ്റില്ല. വീഡിയോയിൽ കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല ചില ഭാഗങ്ങളൊക്കെ. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇതിന് കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതൊരു ഓർമ്മയാണല്ലോ. പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ എടുത്ത് കാണുമ്പോൾ നമ്മൾ പോയതും നമ്മൾ വർത്താനം പറഞ്ഞതൊക്കെ ഒരു നിമിഷം നമ്മളത് ഓർക്കുമല്ലോ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു മെയിൻ ഒരു സംഭവം അത് തന്നെയാണ്. കാരണം ഇപ്പം നമ്മുടെ മക്കളായിട്ടും നമ്മുടെ ഭർത്താവായിട്ടും പിന്നെ നമ്മൾ ട്രിപ്പ് പോയ കാര്യങ്ങളും ഫോട്ടോഗ്രാഫൊക്കെ ആണെങ്കിലും ഫോണിലൊക്കെ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിൽ പോവാം, നഷ്ടപ്പെട്ട് പോവാം, പെൻഡ്രൈവിലൊക്കെ ആണെങ്കിലൊക്കെ പോവാം. പക്ഷേ നമ്മുടെ യൂട്യൂബിൽ നമ്മളിതൊരു എന്താ പറയുക ഒരു വ്ളോഗ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കാലാകാലത്തേക്ക് അവിടെ തന്നെ എപ്പോഴും ഉണ്ടാവും. പഴയ ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ ചകഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വലിയൊരു മലയുടെ ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞൊരു ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന സമയത്ത് അധികം വെയിലൊന്നുമില്ല. പിന്നെ വെയിലുള്ള ദിവസങ്ങളിൽ ഒരു ഉച്ച തിരിഞ്ഞൊരു 5 മണിക്കൊക്കെ വന്നാൽ നല്ലൊരു വൈബായിരിക്കും. വെറുതെ അല്ല ഈ സായിപ്പുമാരൊക്കെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇങ്ങോട്ടൊക്കെ വരണേ. നല്ല രസമാണ് കേട്ടോ. ഞങ്ങളിത് ഈ സ്ഥലത്ത് എത്തി എന്നുള്ളൊരു അടയാളത്തിനായിട്ട് പിള്ളേർ സെറ്റുകളൊക്കെ അവരവരുടെ പേരൊക്കെ മലയുടെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ദിവസം നല്ല ടെൻഷൻ ഫ്രീ ഒക്കെ ആയിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഉച്ചയായിപ്പോൾ ഞങ്ങൾ ഇവിടെ കുഞ്ഞൊരു ഹോട്ടലിലാണ് കയറിയത്. ഒരു ഹോട്ടൽ സുബിന്യ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അപ്പോൾ ജീപ്പിലത്തെ ഡ്രൈവർ തന്നെയാണ് പറഞ്ഞത് ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്, കുഞ്ഞു ഹോട്ടലാണ് പക്ഷേ നല്ല ഫുഡൊക്കെ കിട്ടുന്നു. അപ്പം അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ.
അപ്പോൾ ഇവിടുന്ന് നേരെ കുറേ കരിമ്പ് പാടുണ്ട്, നമ്മൾ പോണ വഴിക്ക് ഒരുപാട് കരിമ്പ് പാടം കാണാം. അപ്പോൾ അവിടുന്ന് ഈ കരിമ്പ് കൊണ്ടുവന്ന് ഇവർ ജ്യൂസാക്കും. അപ്പോൾ അവിടുന്ന് നമുക്ക് ഫ്രഷ് ജ്യൂസ് ഇങ്ങനെ പൈസ ഇവർ കൊടുക്കുന്നുണ്ട്. കാരണം ഈ ജ്യൂസ് ഈ ഒരു പാത്രത്തിലിട്ട് വറ്റിച്ച് ഇങ്ങനെ ശർക്കരയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഫുൾ പ്രോസസ്സിങ്ങിനുള്ള ഇത് കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു ഇത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്ത് ചേട്ടൻ പ്ലാസ്റ്റിക് ബ്രഷ് കൊണ്ട് ഇളക്കണേന്നാണ്. പ്ലാസ്റ്റിക് ബ്രഷ് അല്ല കേട്ടോ, അത് മറ്റേ ചകിരിയുടെ നാര് കൊണ്ട് ഉണ്ടാക്കുന്ന ബ്രഷില്ലേ, ആ ബ്രഷ് കൊണ്ടാണ് ഇവരിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈശോയെ പല ടൈപ്പ് ശർക്കര, ചോക്ലേറ്റ് ശർക്കര, ചുക്ക് ശർക്കര, സാധാരണ ശർക്കര, പിന്നെ ശർക്കര പാനി, അതിനൊക്കെ 150 രൂപയുള്ളൂ, ഒന്നും കൂടുതലില്ല. അപ്പം ഞങ്ങളവിടുന്ന് ചുക്ക് ശർക്കര വാങ്ങി. അപ്പം നമുക്ക് ഇടയ്ക്ക് കാപ്പിയൊക്കെ ഇടുമ്പോൾ ചുക്ക് കാപ്പിയുടെ പോലത്തെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാനും ഒക്കെ നല്ലതല്ലേ. എന്തൊക്കെയായാലും പഞ്ചസാരയുടെ അത്രയ്ക്ക് പൊട്ടയല്ലല്ലോ ശർക്കര, നല്ലതാണല്ലോ, അയൺ കണ്ടൻറ്റൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത് ശർക്കരയിൽ. പിന്നെ മറയൂർ പോയിട്ട്, മറയൂറിൻ്റെ ഫേമസ് ആണ് മറയൂർ ശർക്കര, അത് വാങ്ങാണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അതൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ മുനിയറ, അതിനൊരു പേരുണ്ട്, ആ പേര് ഞാൻ മറന്നു പോയിട്ടാ മലരെ. അവിടെയാണ് മുനിയറകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ട്രക്കിംഗ് ആയിരുന്നു. നമ്മൾ പേടിച്ച് പൊണ്ടാറടങ്ങും. അതേമാതിരി ഇങ്ങനെ ജീപ്പിൽ പിന്നെ കുത്തി കുലുക്കി ഇങ്ങനെ കൊണ്ടുപോകും. നമ്മൾക്ക് വീഴോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പം ഞങ്ങൾ പോണ ജീപ്പിലത്തെ യാത്രയുടെ സംഭവം എടുക്കാൻ പറ്റില്ല. കാരണം എന്തായാലും അതെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ വീണ്ടും താഴ്ത്തി വീണ് നാശമായി കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ പോകുന്നത് നിങ്ങൾക്ക് കാട്ടിത്തരാമല്ലോ. അപ്പോൾ അവർ പോകുന്ന ഒരു ഭീതി നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. ഇവരൊക്കെ ചില ആൾക്കാരൊക്കെ ഈ ചെറുപ്പം പിള്ളേരൊക്കെ ഏറ്റവും മലരറ്റത്തേക്കൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്രയ്ക്കൊന്നും അങ്ങനെ ധൈര്യം കുറവായതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഈ വന്ന യാത്ര തന്നെ അത്യാവശ്യം പേടിപ്പെടുത്തി. അങ്ങോട്ടേക്കിലും പോയെങ്കിൽ ഉള്ള ജീവൻ അങ്ങ് പോയേനെ. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റത്തെ സ്പോട്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഞങ്ങളുടെ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് റൂമിലൊക്കെ എത്തി. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ യാത്ര അങ്ങ് അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര വിശേഷങ്ങളുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബായ്.